ഹായ് ഓൾ, എല്ലാവർക്കും അപ്ലോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ദിവസത്തെ നമ്മുടെ റിവിഷൻ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇംഗ്ലീഷ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗമായിട്ടുള്ള ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, അതായത് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏറ്റവും ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ട പാഠഭാഗമാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ചാപ്റ്റർ. ആ പാഠഭാഗത്തിൻ്റെ റിവിഷനാണ് നമ്മളിവിടെ ഇന്ന് നടത്തുന്നത്. ആ പാഠത്തിൽ നിന്നും ഉറപ്പായിട്ടും വരുന്ന ചില ചോദ്യങ്ങൾ കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ സമ്മറി എന്ന് എന്താണ് ആ പാഠത്തിൻ്റെ കഥ എന്ന് ചുരുങ്ങിയ മിനിറ്റുകളിൽ നമുക്കൊന്ന് നോക്കാം. എന്താണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മെയ്ഡ് എന്ന പാഠഭാഗത്തിൻ്റെ കഥ? നമുക്കറിയാം, A.J. ക്രോണിൻ എഴുതിയ ഒരു രചനയാണ്. അദ്ദേഹമാണ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത്. കഥ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം എന്ന രീതിയിലാണ് ഇതിനെ നറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കഥ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവം ആരംഭിക്കുന്നത് ന്യൂയോർക്ക് നഗരത്തിൽ നിന്നും ലണ്ടൻ നഗരത്തിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു ഷിപ്പിൽ വെച്ചിട്ടാണ് ഈ കഥയുടെ ആരംഭം. അതായത് ന്യൂയോർക്കിൽ നിന്നും ലണ്ടനിലേക്ക് ഒരു ഷിപ്പ് യാത്ര ചെയ്യുകയാണ്. നമുക്കറിയാം, പണ്ടുള്ള കുറച്ചു കാലം മുമ്പ് വരെ ഷിപ്പ്, ദൂരയാത്രയ്ക്ക് ഷിപ്പ് വലിയ തോതിൽ ഉപയോഗിച്ചിരുന്നു, അല്ലേ? കപ്പൽ ഗതാഗതം ഒരുപാട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആ യാത്രയിൽ A.J. ക്രോണിൻ, നമ്മുടെ രചയിതാവായ കഥ എഴുതിയ A.J. ക്രോണിൻ, അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ യാത്രക്കിടയിൽ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം ആ ഷിപ്പിലൂടെ ഏതിലൊക്കെ നടന്നാലും, അപ്പോൾ ഡെക്കിലൂടെ ആയാലും മറ്റെവിടെ പോയി കഴിഞ്ഞാലും ഷിപ്പിൽ ഒരാൾ എപ്പോഴും A.J. ക്രോണിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം A.J. ക്രോണിൻ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു. ഒരാൾ ഏത് വഴി പോയാലും A.J. ക്രോണിൻ അയാളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആദ്യമൊന്നും അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല, നമ്മുടെ ക്രോണിൻ അത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ നിരന്തരം ഇയാൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ തന്നോട് അയാൾക്ക് എന്തോ സംസാരിക്കാനുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോൾ ക്രോണിനൊരു ആകാംക്ഷ, ഇതാരായിരിക്കുമെന്നറിയാം. അങ്ങനെ ക്രോണിൻ തൻ്റെ കൂടെയുള്ള ഒരു അസിസ്റ്റൻറ്റിനെ വിട്ടിട്ട് ഇതാരാണ് തന്നെ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ എന്നൊന്ന് നിരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നു. അന്വേഷണം മനസ്സിലായി, ലണ്ടൻ നഗരത്തിൻ്റെ സബേർബ്സ്, അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് തന്നെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് A.J. ക്രോണിന് മനസ്സിലാവും. പക്ഷേ ജോൺ എന്തോ ഒരു കാരണം കൊണ്ട് ക്രോണിനടുത്തേക്ക് വരാനോ സംസാരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും അവരുടെ ഷിപ്പ് യാത്രയുടെ അവസാന ദിവസം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ജോൺ നേരെ A.J. ക്രോണിനടുത്ത് വരുന്നു. വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് അയാൾ ക്രോണിനടുത്തേക്ക് വരുന്നത്. അയാൾ ആദ്യം ഒരു വിസിറ്റിംഗ് കാർഡ് ക്രോണിന് നൽകുന്നു. വിസിറ്റിംഗ് കാർഡിലെ പേര് ക്രോണിൻ വായിക്കുന്ന സമയത്ത് ജോൺ ക്രോണിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഈ പേര് വായിക്കും എന്തെങ്കിലും ഭാവമാറ്റം ഉണ്ടാവുമോ എന്നറിയാൻ നമുക്കതിൽ തന്നെ മനസ്സിലാവും. ഈ ജോണും ക്രോണിനും തമ്മിൽ മുമ്പ് എവിടെയോ പരിചയമുണ്ട്. ജോണിന് നന്നായിട്ട് ക്രോണിനെ ഓർക്കുന്നുണ്ട്, പക്ഷേ ക്രോണിൻ തിരിച്ച് ഓർക്കുന്നുണ്ടോ എന്നൊരു സംശയം ജോണിനുണ്ട് താനും. അതുകൊണ്ടാണ് ഈ പേര് വായിക്കുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നോക്കുന്നത്. പക്ഷേ ക്രോണിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. അങ്ങനെ ജോൺ ചോദിക്കുകയാണ് ക്രോണിനോട്, എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്, കുറച്ച് സമയം എനിക്ക് വേണ്ടി ചിലവഴിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ആദ്യം ജോൺ താൻ എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂയോർക്കിൽ വന്നത് എന്ന് പറയും. ഇപ്പോൾ ലണ്ടനിൽ നിന്നും എന്തിനാണ് ന്യൂയോർക്ക് അമേരിക്കയിലാണ് അങ്ങോട്ട് വന്നത് എന്ന് പറയുകയാണ്. അദ്ദേഹം അവിടെയുള്ള യൂത്തിന്, അതായത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മർ ക്യാമ്പുകളുണ്ട്, റിക്രിയേഷൻ ക്യാമ്പുകൾ, അതായത് യുവാക്കളുടെ മാനസിക ഉല്ലാസത്തിനും മാനസികമായ വളർച്ചയ്ക്കുമൊക്കെ സഹായിക്കുന്ന ചില ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതേപോലെ മാൽഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, മാൽഅഡ്ജസ്റ്റഡ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിപ്പെടാതെ വഴിപിഴച്ചു പോയ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടു പോയ, അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരായ കൗമാരക്കാരായിട്ട് ആളുകൾ, അല്ലെങ്കിൽ ലഹരിക്കൊക്കെ അടിമപ്പെട്ട ഇത്തരത്തിലുള്ള ലഹരിക്കൊക്കെ അടിമപ്പെട്ട കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകളെ ഒക്കെ നല്ല രീതിയിലേക്ക് ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ക്യാമ്പുകൾ സന്ദർശിക്കുക, എങ്ങനെ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ലണ്ടനിൽ നിന്നും അമേരിക്കയിലെത്തിയത്. അതായത് യുവാക്കൾക്ക് യുവജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെയും ക്യാമ്പുകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ജോൺ അമേരിക്കയിൽ എത്തിയത്. പിന്നീട് ജോൺ തൻ്റെ ജോലി പ്രകാരം അയാളൊരു സോളിസിറ്ററാണ്, ഒരു അഡ്വക്കേറ്റാണ്, ലീഗൽ ഡോക്യുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് ജോൺ. അയാൾ അവിടെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ, ലണ്ടൻ നഗരത്തിൽ വർക്ക് ചെയ്യുന്ന കൗമാരപ്രായക്കാരായിട്ടുള്ള വഴിതെറ്റിപ്പോയ കുട്ടികൾക്ക് വേണ്ടി അവരെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഘടനയിലെ ഡയറക്ടറാണ് നമ്മുടെ ജോൺ. ഈ കൗമാരക്കാരായ ആളുകൾ വഴിതെറ്റി ആയിപ്പോയ കുട്ടികളെയൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവർക്ക് വിദ്യാഭ്യാസവും വേണ്ട പരിചരണവും സ്നേഹവും ഒക്കെ നൽകി നന്മയിലേക്ക് നയിക്കുന്ന ഒരു സംഘടനയുടെ ഡയറക്ടറാണ് ആര്? നമ്മുടെ ജോൺ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പോൾ A.J. ക്രോണിന് ജോൺ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും, ഇയാൾ ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികൾ കേൾക്കുമ്പോൾ. എന്നാൽ അപ്പോഴും A.J. ക്രോണിന് ഇതാരാണ് തൻ്റെ മുന്നിലിരിക്കുന്നത് വ്യക്തത ഇല്ല. ഒടുവിൽ A.J. ക്രോണിൻ ജോണിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തപ്പെട്ടത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാരിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലേ, നമുക്കൊന്നും നേട്ടമുണ്ടായിട്ടല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നത്. എങ്ങനെയാണ് മിസ്റ്റർ ജോൺ നിങ്ങൾ ഈ മേഖലയിൽ എത്തിയതെന്ന് A.J. ക്രോണിൻ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആ ചോദ്യം ജോണിനുണ്ടാവുകയാണ്. ജോൺ മറുപടി പറയും, നിങ്ങൾക്ക് ഇത്ര നേരമായിട്ടും എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്.
അങ്ങനെ എന്തോ ഒരു രഹസ്യം ജോൺ ക്രോണിൻ്റെ ചെവിയിൽ പറയുന്നു. ആ സമയത്ത് 25 വർഷം മുൻപേ നടന്ന ഒരു സംഭവത്തിലേക്ക് AJ ക്രോണിൻ്റെ ചിന്തകൾ പോവുകയാണ്. ആ സംഭവം മറ്റൊന്നുമല്ല, 25 വർഷങ്ങൾക്ക് മുൻപേ AJ ക്രോണിൻ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് അവിടെ നടന്നൊരു സംഭവമാണ്. ഒരു ദിവസം രാത്രി ഒരു പോലീസുകാരൻ വന്ന് ക്രോണിനെ വിളിക്കുന്നു. ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറായിട്ടുള്ള AJ ക്രോണിനെ വിളിക്കുകയാണ്. അങ്ങനെ AJ ക്രോണിൻ ഈ പോലീസുകാരൻ്റെ കൂടെ നേരെ ഒരു ലോഡ്ജ് മുറിയുടെ ഏറ്റവും ആറ്റിക് മച്ചിൻ്റെ അവിടെയുള്ള ചെറിയൊരു കുടുസ് മുറിയിലേക്ക് എത്തുകയാണ്. അവിടെ ആ ലോഡ്ജിൻ്റെ ആ മുറിയുടെ ഉടമയായിട്ടുള്ള ലാൻഡ് ലേഡി അവരും കൂടി അവിടെ ഉണ്ടാവും. ലാൻഡ് ലേഡി എന്നാണ് അവരെ പറയുന്നത്. അവരും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ ബോധരഹിതനായിട്ട് കിടക്കുകയാണ്. റൂമൊക്കെ അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ആത്മഹത്യ ശ്രമിച്ചതാണ്. പക്ഷേ അയാൾ മൃതപ്രായനാണ്, എപ്പം വേണേൽ മരിക്കാം. ഏതായാലും ജോണും നമ്മുടെ സർജൻറ്റും ലാൻഡ് ലേഡിയും ഒക്കെ കുറേ നേരം അധ്വാനിച്ച് ഇയാളെ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്, ജീവൻ രക്ഷിക്കുകയാണ്. അങ്ങനെ ജീവൻ രക്ഷപ്പെട്ട ശേഷം ഈ ജോൺ തൻ്റെ കഥ പറയുകയാണ്. എന്തുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, എന്താ കാരണം. ജോണിന്, അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരൻ ജോണാണ്, നമുക്ക് അവസാനം മനസ്സിലാവും. ആ ചെറുപ്പക്കാരൻ 25 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ അനാഥനാണ്. 6 മാസം മുമ്പാണ് അവൻ ലണ്ടൻ നഗരത്തിലെത്തിയത്. അവൻ്റെ ഒരു അങ്കിളാണ് അവനെ കൊണ്ട് ചെന്നാക്കിയത്. അവന് ഫ്രണ്ട്സ് ഒന്നുമില്ല. അവനൊരു സോളിസിറ്ററുടെ കീഴിൽ ക്ലർക്കായിട്ട് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുകയാണ്. സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ സ്വാഭാവികമായിട്ട് ലണ്ടൻ നഗരത്തിലെ തെറ്റായ വഴികളിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പെടുകയും ആ രീതിയിൽ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് പെടുകയാണ്. അങ്ങനെ അവൻ ചൂത് കളിക്കും മറ്റുമായിട്ട് പണം ചിലവഴിക്കുന്നു, ഗാംബ്ലിങ്ങിനും കുതിരപ്പന്തയത്തിനുമൊക്കെ പണം ചിലവഴിക്കുന്നു. അങ്ങനെ അവൻ്റെ കയ്യിലുള്ള എല്ലാ പണവും നഷ്ടപ്പെടുന്നു. എല്ലാം തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടി അവൻ ഒടുവിൽ ഒരു പണവും ഇല്ലാതെയായപ്പോൾ അവൻ താൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്നും തുച്ഛമായ ഒരു തുക മോഷ്ടിക്കുന്നു. അത് വെച്ച് വീണ്ടും കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കുന്നു. വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിലും പരാജയപ്പെടുകയാണ്. അതോടുകൂടി അവനാകെ തകരുകയാണ്. കാരണം പിറ്റേ ദിവസം ഈ പണം മോഷ്ടിച്ചതിന് തന്നെ പോലീസ് പിടിക്കും, തൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഇതെല്ലാം കൂടി ചേർന്ന് ആ ദുഃഖത്തിൽ അവൻ ആത്മഹത്യ ശ്രമിക്കുകയാണ്. അപ്പോൾ അവൻ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു സഹതാപം ജോണിനോട് തോന്നും. അങ്ങനെ അവർ ജോണിനെ സഹായിക്കുകയാണ്. AJ ക്രോണിൻ അവൻ ആ ഓഫീസിൽ നിന്ന് എടുത്ത പണം എത്രയാണോ അത് 7 pounds and 10 shillings ഇങ്ങനത്തെ ഒരു എമൗണ്ടാണ്, ചെറിയൊരു തുകയാണ്. ആ തുക AJ ക്രോണിൻ നൽകുകയാണ്. ഇവൻ ആത്മഹത്യക്ക് ശ്രമിച്ച യഥാർത്ഥത്തിൽ കേസ് ഉണ്ടാവേണ്ടത്. ആ കേസൊന്നും റിപ്പോർട്ട് ചെയ്യാതെ പോലീസുകാരൻ സഹായിക്കുന്നു. 1 മാസത്തെ വാടക സൗജന്യമായി കൊടുത്ത് ലാൻഡ് ലേഡി ഈ ചെറുപ്പക്കാരനെ സഹായിക്കും. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വന്ന ആ ചെറുപ്പക്കാരനാണ് ഇന്ന് അനവധി കൗമാരപ്രായക്കാരുള്ള യുവാക്കളായിട്ടുള്ള ആളുകളെ എല്ലാം സഹായിച്ച് അവർക്കെല്ലാം എല്ലാ നന്മകളും ചെയ്യുന്ന ഇന്ന് AJ ക്രോണിൻ്റെ മുമ്പിലിരിക്കുന്ന ജോണായിട്ട് മാറിയത്. ഓക്കെ, ഇതാണ് ഈ പാഠത്തിൻ്റെ കഥ. അതായത് AJ ക്രോണിൻ പറയുന്നത് അന്ന് താൻ മുടക്കിയ ആ തുക, ആ ചെറിയ തുകയായിക്കോട്ടെ, ആ തുക ഇന്ന് ഒരുപാട് ജീവിതങ്ങളെ രക്ഷപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണ്. ഞാൻ പല ഷെയർ മാർക്കറ്റിലും പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണ് എന്ന് ക്രോണിൻ പറയുകയാണ്. ആ ജോണിൻ്റെ വേണ്ടി സഹായിച്ച ആ ചെറിയ തുകയാണ് തൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് അയാൾ പറയുകയാണ്. ഇതാണ് പാഠഭാഗത്തിൻ്റെ കഥ, വളരെ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഈ പാഠത്തിൽ ഷുവറായിട്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഉറപ്പിച്ച് നമുക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന ഒരു ചോദ്യം, ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാൻ വലിയ സാധ്യതയുണ്ട്. ജോൺ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തീർച്ചയായിട്ടും ചോദിച്ചേക്കും. ഇനി മറ്റു ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഈ പാഠഭാഗത്തിന് 2 പ്രധാനപ്പെട്ട ഏരിയകളാണുള്ളത്. ഒന്ന്, തുടക്കത്തിൽ ഷിപ്പിൽ വെച്ച് AJ ക്രോണിനും ജോണും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം. അടുത്ത രംഗം എന്ന് പറയുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പേ ജോൺ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ്. ഓക്കെ, ഇനി ഈ ഒരു പാഠത്തിൽ നിന്നും ഒരു ലെറ്റർ വരികയാണെങ്കിൽ ആദ്യത്തെ ഭാഗത്തു നിന്നും എന്തൊക്കെ ലെറ്റർ വരാം? വർഷങ്ങൾക്ക് ശേഷം AJ ക്രോണിൻ ജോണിനെ ആ ഒരു ഷിപ്പിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് AJ ക്രോണിൻ എഴുതുന്ന ഒരു ഡയറിയോ ലെറ്ററോ തീർച്ചയായും ചോദിക്കാം. അയാൾ ഒരു ലെറ്റർ എഴുതുന്നു, ഒരു പക്ഷേ അത് അന്ന് രക്ഷിക്കാൻ കൂടെ ഉണ്ടായിരുന്ന സർജൻറ്റിനോ ലാൻഡ് ലേഡിക്കോ ആവാം. അങ്ങനെ ഒരു ലെറ്റർ എഴുതാം, AJ ക്രോണിൻ്റെ ലെറ്റർ എഴുതാം. AJ ക്രോൺ ആ ദിവസം എഴുതുന്ന ഡയറി ആവാം. കാരണം അയാൾ ജോണുമായിട്ട് സംസാരിക്കുന്നു. ജോൺ ജീവിതത്തിൽ ഒരുപാട് നന്മയിലേക്ക് വന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവുന്നു. അതിനെക്കുറിച്ച് അയാൾ ഡയറി എഴുതാം. അയാൾക്ക് നറേഷൻ എഴുതാം. തൻ്റെ ഭാര്യയ്ക്ക് AJ ക്രോണിൻ്റെ സുഹൃത്തിന് AJ ക്രോണിൻ ഈ ഷിപ്പിൽ വെച്ച് ഇയാളെ കണ്ടുമുട്ടിയതും അയാൾ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ചേർത്തിട്ട് പറയുന്ന നറേഷനോ ലെറ്ററോ ഡയറിയോ ചോദിക്കാം. ഇനി നേരെ തിരിച്ച് ജോണിൻ്റെ കാഴ്ചപ്പാടിൽ, ജോൺ വർഷങ്ങൾക്ക് ശേഷം AJ ക്രോണിനെ കണ്ടപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിട്ടുള്ള സന്തോഷവും അയാൾ സംസാരിക്കുമ്പോൾ ഉണ്ടായ ടെൻഷനും എല്ലാം ചേർത്ത് ജോണിൻ്റെ ഡയറിയോ ജോണിൻ്റെ ലെറ്ററോ അല്ലെങ്കിൽ ജോണിൻ്റെ നറേഷനോ തൻ്റെ ഭാര്യയുമായിട്ടുള്ള കോൺവെർസേഷനോ ഒക്കെ അവിടെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ്, ഷിപ്പിൽ നടന്ന ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം.
ഇനി ഈ ഒരു പാഠത്തിന് വലിയ പ്രത്യേകത, ഈ പാഠഭാഗത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഒരുപാട് എന്ന് പറയുമ്പോൾ 4-5 കഥാപാത്രങ്ങളുണ്ട്. ജോണുണ്ട്, എ.ജെ. ക്രോണിനുണ്ട്, സർജൻ, അതായത് പോലീസുകാരൻ, ലാൻഡ് ലേഡി, പിന്നെ ജോണിൻ്റെ ഭാര്യ. കുറച്ച് സീനുകളിലെങ്കിലും ജോണിൻ്റെ ഭാര്യയും ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് കഥാപാത്രങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ചോദ്യങ്ങളുടെ എണ്ണത്തിൻ്റെയും സാധ്യത വളരെ വലുതാണ്. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് പല ചോദ്യങ്ങളും വന്നേക്കാം. അതായത് ജോൺ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതും എ.ജെ. ക്രോണും മറ്റുള്ളവരും അവനെ രക്ഷിക്കുന്നതും. ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് എ.ജെ. ക്രോണിന് എഴുതുന്ന ഡയറി ചോദിച്ചേക്കാം, എ.ജെ. ക്രോണിന് എഴുതുന്ന ലെറ്റർ ചോദിച്ചേക്കാം, എ.ജെ. ക്രോണിൻ്റെ നറേഷൻ ചോദിച്ചേക്കാം. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിൽ എ.ജെ. ക്രോണിനും പോലീസുകാരും തമ്മിലുള്ള കോൺവെർസേഷൻ, ലാൻഡ് ലേഡിയുമായുള്ള കോൺവെർസേഷൻ, ഇതെല്ലാം ചോദിച്ചേക്കാം. ഇനി ഇതേ സംഭവത്തെ അടിസ്ഥാനമാക്കി സർജൻ, അതായത് പോലീസുകാരൻ്റെ ലെറ്റർ, പോലീസുകാരൻ ഈ സംഭവങ്ങളെല്ലാം കാണുന്നില്ലേ? ജോൺ ആത്മഹത്യ ശ്രമിക്കുന്നതുമൊക്കെ, ശ്രമിക്കുന്നതല്ല, ശ്രമിച്ച ശേഷം രക്ഷപ്പെടുന്നതൊക്കെ കാണുന്നില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസുകാരൻ്റെ ലെറ്റർ ചോദിക്കാം, പോലീസുകാരൻ്റെ ഡയറി ചോദിക്കാം, പോലീസുകാരൻ്റെ നറേഷൻ ചോദിക്കാം. ലാൻഡ് ലേഡി, അവരും ഇതിനൊക്കെ സാക്ഷിയാണ്. അവരും ഈ സംഭവത്തെക്കുറിച്ച് എഴുതുന്ന ഡയറിയോ ലെറ്ററോ അല്ലെങ്കിൽ നറേഷനോ ചോദിക്കാം. ഈ ഒരു ഇൻസിഡൻറ്റ് പുറത്ത് ജനം അറിയുന്നു, ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാം, ഇല്ലേ? എ.ജെ. ക്രോണിൻ്റെ ക്യാരക്ടർ സ്കെച്ചിന് സാധ്യത കുറവാണ്, എങ്കിലും അതും നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ സാധ്യത കുറവാണ്. ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, ഇനി ജോൺ എ.ജെ. ക്രോണൊക്കെ രക്ഷപ്പെടുത്തിയല്ലോ, ആ 25 വർഷങ്ങൾക്ക് മുമ്പ് എ.ജെ. ക്രോണിനെ ഇവരെ രക്ഷപ്പെടുത്തി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജോൺ എഴുതുന്ന ഡയറി ചോദിച്ചേക്കാം, ജോൺ എഴുതുന്ന ലെറ്റർ ചോദിച്ചേക്കാം, ജോൺ എഴുതിൻ്റെ നറേഷൻ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ജോണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആത്മഹത്യയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ശേഷം ജോൺ എ.ജെ. ക്രോണിനും അല്ലെങ്കിൽ ആ പോലീസുകാരനും അതുമല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ലേഡിക്കും നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന കത്ത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കോൺവെർസേഷൻ എ.ജെ. ക്രോണും ജോണും തമ്മിൽ 25 വർഷങ്ങൾക്ക് മുൻപേയുള്ള ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ദിവസമുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഷിപ്പിൽ വെച്ച് ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇവർക്കിടയിലുള്ള കോൺവെർസേഷൻ ചോദിക്കാം. എ.ജെ. ക്രോണിനെ ഷിപ്പിൽ വെച്ച് കണ്ട സമയത്ത് ജോണും ജോണിൻ്റെ ഭാര്യയും തമ്മിൽ ഈ എ.ജെ. ക്രോണിനെ കുറിച്ച് സംസാരിക്കുന്ന കോൺവെർസേഷൻ വരാം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പാഠഭാഗം എടുക്കുമ്പോൾ അതിലെല്ലാ കഥാപാത്രങ്ങളുടെയും കാഴ്ചപ്പാട് വെച്ചുള്ള ലെറ്ററുകൾ, ഡയറികൾ, നറേഷനുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ക്യാരക്ടർ സ്കെച്ചുകൾ നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ഏതൊരു പാഠത്തിലും കഥയുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്. അപ്പം ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മെയ്ഡ് 2 കേന്ദ്രങ്ങൾ, ഒന്ന് ഷിപ്പിൽ വെച്ച് ജോണും ക്രോണിനും കണ്ടുമുട്ടുന്നത്, അതേപോലെ 25 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഇൻസിഡൻസും, അല്ലെങ്കിൽ ജോൺ ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് അവൻ എഴുതി വെക്കുന്ന ഡയറി, ആത്മഹത്യ ചെയ്യാൻ അയാൾ പോവുകയാണ്, ഇത് തൊട്ട് മുമ്പ് തൻ്റെ എല്ലാ നിരാശയും ചേർന്ന് ജോൺ എഴുതുന്ന ഡയറി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ പാഠത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം ഓർത്ത് വെക്കുക. ഒരു കണ്ടന്റ് മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് ഇപ്പോൾ എ.ജെ. ക്രോണല്ല, ജോൺ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ആ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒറ്റ കണ്ടന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ലെറ്ററും ഡയറിയും നറേഷനും ഒക്കെ എഴുതാം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ്. അതേപോലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം റൈറ്റപ്പ് വരാം. ഈ യുവാക്കൾ ഈ രീതിയിൽ ഇങ്ങനെ ലഹരിക്കും മറ്റും അടിമപ്പെട്ട് വഴി തെറ്റുന്നു, അവർ ജീവിതത്തിൽ തിരിച്ചു വരുന്നു, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇത്തരം വിപത്തുകൾക്കെതിരെയുള്ള ലഹരിക്ക് അടിമപ്പെടുന്നു, അങ്ങനെയുള്ള യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള റൈറ്റപ്പ് ചോദിക്കാം. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ പാഠത്തിൽ സാധ്യതകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പാഠത്തിൻ്റെ കഥ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് തന്നെ കഥ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. കഥ മനസ്സിലാക്കി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ബുക്ക് എടുത്ത് ലെറ്റർ, അങ്ങനെ ഈ പാഠത്തിൽ നിന്ന് വരാവുന്ന എല്ലാ ലെറ്ററുകളും ഏതൊക്കെയാണ് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ്, ഡയറി എല്ലാം നോട്ട് ചെയ്യുക, നറേഷൻ എല്ലാം നോട്ട് ചെയ്യുക, ക്യാരക്ടർ സ്കെച്ച് ഏതൊക്കെ വരാം നോട്ട് ചെയ്യാം. നോട്ടീസ് സാധ്യതയുണ്ടോ? സാധ്യത കുറവാണല്ലേ. എന്നാൽ ന്യൂസ് റിപ്പോർട്ട് സാധ്യതയുണ്ടോ? അത് നോട്ട് ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ തരം ചോദ്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഈ പാഠഭാഗം പഠിക്കാൻ സാധിക്കുക. ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാവുന്നൊരു പാഠഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചോദിക്കുക. ഇനി കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.